റോയ്ചായ, നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ് യമനിൽ നിന്ന് വരുന്നത്. അതിന് അതിൽ ഒരു പ്രധാനമായ ഒരു കാരണമായിരിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലിൽ നടക്കുന്ന ചർച്ചയാണ്. ഇവിടെ മനുഷ്യൻ്റെ മതം പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമിക്കുന്നവർ ഇതുകൂടി കാണേണ്ട ഒരു കാഴ്ചയല്ലേ? നമ്മുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായ ഒരു മാതൃകയാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഒരു നിസ്സഹായമായ ഒരു പെൺകുട്ടി യമനിലെ ജയിലിൽ കിടക്കുന്ന, വധശിക്ഷ കാത്ത് കിടക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി. പലരും പലതരത്തിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുകയും ഇതിനുവേണ്ടി ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തന്നെ ഒരു വിഫലമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കാന്തപുരം മുസ്ലിയാർ ഇതിനകത്തേക്ക് ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ സോഴ്സ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് യമനിലുള്ള ഒരു സൂഫി സിദ്ധനുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ചർച്ച, വഴിമുട്ടി നിന്ന ചർച്ച വീണ്ടും റീ ഓപ്പൺ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തുകയും അത് സംബന്ധിച്ച് കോടതി ഉത്തരവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മതം പറഞ്ഞും വിദ്വേഷം പരത്തിയും പരസ്പരം കൂട്ടിത്തെളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിൽ കേരളീയ സമൂഹത്തിൽ പണ്ടൊന്നുമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണമായിട്ട് വരുന്നത് തന്നെ ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകളുള്ള ശക്തികൾ പലരെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനൊരു ഭാഗത്ത് പറയുന്ന ലവ് ജിഹാദ്, മറുഭാഗത്ത് നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഈ സമുദായങ്ങളെയും മനുഷ്യരെയും തമ്മിൽ, സമുദായങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് പരസ്പര സ്നേഹത്തിൽ കഴിയേണ്ട സമുദായത്തിൽപ്പെട്ടവരെ തമ്മിൽ കൂട്ടിത്തല്ലിക്കുക, അവരെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വിദ്വേഷം പരത്തുക, ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശ്രമത്തിൽ നമ്മൾ ജാതി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മതം പറയുകയാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഈ മുസ്ലിം സമുദായത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ അദ്ദേഹം ഇതിനകത്ത് രംഗത്ത് വരികയും അദ്ദേഹത്തിനാൽ കഴിയുന്നത്, കാരണം ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്നതെല്ലാം ഇനിയും അതിലേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം 2016 മുതൽ ഇന്ത്യയും യമനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ലാത്തൊരവസ്ഥ, നമ്മുടെ എംബസിയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. അപ്പം പ്രത്യേകിച്ച് ഒരു സിവിൽ വാറിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് പരിമിതികൾ സർക്കാരിനുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരാൽ ആവും വിധം ഇടപെടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനിടയിലാണ് ഈ അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന് നമ്മൾ പറയുന്ന പോലാണ് ഉസ്താദ് ഇപ്പോൾ രംഗത്തിറങ്ങി ഈ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വരികയും അദ്ദേഹത്താൽ കഴിയുന്ന തരത്തിലുള്ള, കാരണം ഈ പലരും കൂടിയാണല്ലോ, പല ശ്രമങ്ങൾ നടക്കുമ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു സാധ്യമാകുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു എന്നുള്ളതും അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചതും അതിനൊരു ഫലമുണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളത് അങ്ങേയറ്റം കേരളത്തിലെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെയും മതേതര നിലപാടുകളുടെയും വലിയൊരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനപ്പുറത്തേക്ക് മറ്റു വ്യാഖ്യാനങ്ങൾക്കൊന്നും പോയിട്ട് കാര്യമില്ല. അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികൾക്കോ എല്ലാവർക്കും ഇതിന് ഈ നേട്ടത്തിൻ്റെ അവകാശികളാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ അവസാന നിമിഷത്തിൽ രംഗത്ത് വന്ന കാന്തപുരം മുസ്ലിയാരുടെ ശ്രമങ്ങളെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കാരണം ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. നമ്മളതിനെ മാനിക്കണം. ഈ മതേതര സമൂഹം ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അല്ല, അതിൽ പ്രധാനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു മുസ്ലിം വിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബോധപൂർവമായ ഒരു ശ്രമം തന്നെ നടത്തുന്നുണ്ട്. അതിന് ഈ കാസ പോലെയുള്ള സംഘടനകളെ ഉപയോഗിക്കുന്നുമുണ്ട്. അത്തരക്കാർക്കും കൂടി ഇതിനൊരു തിരിച്ചറിവിൻ്റെ ഒരു സമയം കൂടിയല്ലേ അത് അത്തരത്തിലുള്ള മനുഷ്യരെ തമ്മിൽ വിഘടിപ്പിക്കാനും വിദ്വേഷം പരത്താനും ശ്രമിക്കുന്ന ഒരു സംഘം, ഒരു ഗൂഢസംഘം ഈ നാട്ടിൽ നിലവിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്തരം ശ്രമങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തി മനുഷ്യരെ തമ്മിൽ കൂട്ടിത്തള്ളിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇതേപോലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണമാണ് സൗദി ജയിലിൽ 18 വർഷമായി കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ഈ നാട് മുഴുവൻ ഒന്നാകെ നിന്നുകൊണ്ട് പണം പിരിക്കുകയും അദ്ദേഹത്തിന് ദയാധനം കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടക്കുക. അതിനകത്ത് പണം കൊടുക്കാൻ തയ്യാറായതും അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ളത് എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. കാരണം കേരളത്തിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു മതേതര മതസൗഹാർദ്ദ ഒരു സമൂഹമാണ്. ആ സമൂഹത്തിനിടയിലേക്കാണ് ഇത്തരത്തിലുള്ള ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തി ആൾക്കാരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കാനായിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ ചില സംഘടനകൾ, കാസ പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മതവിദ്വേഷം പരത്തുന്ന എല്ലാ സമുദായങ്ങളിലുള്ള സംഘടനകൾ
ഇവിടെയും സജീവമായിരുന്നു. അവരാണ് ഇത്തരത്തിലുള്ള ഈ സമൂഹങ്ങളും തമ്മിലുള്ള വേർതിരിവിന് വേണ്ടി എല്ലാ കാലവും പരിശ്രമിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് വളരെ സജീവമാണ്. ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു വരുത്തി മനുഷ്യരെ തമ്മിൽ കൂട്ടിത്തെളിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക. അതിൻ്റെ മറുവശത്തുണ്ട് ഇപ്പോൾ തന്നെ മുനമ്പത്ത് നമ്മൾ കണ്ടതാണ്, അതൊന്നും വിജയിക്കാതെ പോയി. കാരണം അവിടെ മുനമ്പത്തെ ജനങ്ങളെ ഒരു കാരണവശാലും കുടിയിറക്കരുതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതിൽ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയും മറ്റേ തങ്ങളും ഒക്കെ തന്നെയാണ്. അവർ തന്നെയാണ് എല്ലാ മുസ്ലിം സംഘടനകളെയും വിളിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് സർവ്വവിധ പിന്തുണയും കൊടുക്കുകയും ഒക്കെ ചെയ്ത്. അത് ഞാനതാ പറയുന്നത്, നമുക്കിപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരുപാട് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ, എന്നാൽ അത് വലിയ കാര്യങ്ങളുമാണ്, അത് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള താല്പര്യം, ഈ വിദ്വേഷം പറഞ്ഞ് മനുഷ്യനെ തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്നതിനകത്തേക്ക് ചെന്ന് ആ ട്രാപ്പിൽ വീഴാതിരിക്കുക, അത്തരം ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന എലിപ്പത്തായങ്ങളിൽ പോയി മനുഷ്യൻ വീഴാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും മതസമുദായിക സംഘടനകളും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇതേപോലെ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന സമുദായ നേതാക്കന്മാർ എല്ലാ സമൂഹത്തിലും ഉണ്ട്. അതൊരിടത്ത് മാത്രമല്ല, എല്ലാ സമൂഹത്തിലും ഉണ്ട്. അപ്പം അവർ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ പൊതുസമൂഹത്തെ കൊണ്ടുവരാനുള്ള ബാധ്യത ഉണ്ട്. അതുപോലെ ഒപ്പം തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ആളിക്കത്തിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും തമ്മിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വരുമ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. നമ്മൾ ഈ മുനമ്പത്തൊക്കെ അത് കണ്ടതാണ്. ഒരു സംഘം ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇതേപോലെ വിദ്വേഷം വരുന്ന ശക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് തമ്മിൽ തല്ലിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. സാധാരണക്കാരായ ആൾക്കാർ ചെയ്തെങ്കിൽ അതിലൊരു നമുക്ക് പിന്നെയും എന്തെങ്കിലും ന്യായീകരണം നടത്താം. പക്ഷേ സഭയുടെയൊക്കെ അധ്യക്ഷനായിരിക്കുന്ന ബിഷപ്പുമാർ വരെ ഇത്തരത്തിൽ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള പരാമർശങ്ങൾ നടത്തി ഇതിനെ ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അവരൊക്കെ അത്തരം ട്രാപ്പുകളിൽ വീണ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ തെളിവുകളുള്ളതാണ്. അതാണ് ഈ യാഥാർത്ഥ്യം. മനുഷ്യ സ്നേഹത്തിനപ്പുറത്തേക്ക് നിങ്ങളെല്ലാവരും പറയുന്നത് എന്താണ്? ദൈവം ഒന്നാണ്, മനുഷ്യ സ്നേഹമാണ് ഏറ്റവും പ്രധാന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇതിനെ മാനിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവണം. അത് മാനിക്കാതെ വരുമ്പോഴാണ് ഇത്തരം സംഘർഷങ്ങളിലേക്കും ഇത്തരം കഥകളിലേക്കുമൊക്കെ നിങ്ങൾ പോയി. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആരും ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. കാരണം അതില്ലാത്തൊരു കഥയാണെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും അപ്പുറത്തായിട്ട് മനുഷ്യൻ്റെ നിലനിൽപ്പ്, മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് ആരായുന്ന ഒരു സമൂഹമാണ്, ഒരു മത നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. ഞാനതാ പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പോലുള്ള MLA മാർ, കേരള ഗവർണർ, ഇതിനു വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിൽ, ഏറ്റവും ഒടുവിലാണ് ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ റോളും വലിയ തോതിൽ തന്നെ ആദരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്കൊക്കെ വരികയും ചെയ്ത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു കൂട്ടായ ശ്രമം ഉണ്ടാകുന്നത് എവിടെയാണ്? പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലാണ് ഇതുണ്ടാകുന്നത്. അത് ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിനകത്ത് മുൻകൈ എടുത്ത കാന്തപുരം മുസ്ലിയാരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. നമ്മുടെ സമൂഹം ഒന്നടങ്കം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടൊപ്പം നിൽക്കാനുള്ള മാനസികമായ ഒരുക്കമാണ് എല്ലാ സമുദായ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് കേരളത്തിലെ ബിഷപ്പുമാരുടെ ഇടയിൽ തന്നെ ഇത്തരത്തിൽ പലരും മതവിദ്വേഷം പരത്തുന്ന ചില നിലപാടുകൾ പലരും സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനാണ്. മനുഷ്യന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം നിലപാടുകൾ എടുക്കുന്നവരെ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം സ്വീകരിക്കാനുമുള്ള മനസ്സാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഈ നേതാക്കന്മാരെയാണ് സത്യം പറഞ്ഞാൽ അവരാണ് ഇന്ന് അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ രാഷ്ട്രീയക്കാരനും കൂടെ ഒരു തിരുത്തൽ വരണം. കാരണം 4 വോട്ടിന് വേണ്ടി അവരും ഇത്തരം പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുന്നുണ്ട്. മനുഷ്യനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക, അങ്ങനെ അവരെ അതിൻ്റെ പേരിൽ പറഞ്ഞ് വിവേചനം ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ വടക്കേണ്ടിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ. ഇന്ത്യയിലെ ഭൂരിപക്ഷം സമുദായങ്ങളാണ് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത്. ആ രാജ്യത്താണ് ഇത്തരത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഓരോ ജനവിഭാഗങ്ങളെ, ന്യൂനപക്ഷങ്ങളായവരെ നമ്മൾ തല്ലിത്തല്ലിക്കുകയും അവരെ അടിച്ചൊതുക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കഥകളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് കേരളം അതിൽ നിന്നൊക്കെ വ്യത്യാസമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു മാതൃക കാണിക്കാൻ കഴിഞ്ഞ 1-2 സംഭവങ്ങളാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനമായാലും ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള നിലപാടുകളും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും ഒക്കെ തന്നെ എല്ലാ തരത്തിലും അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ചെയ്തവരോടുള്ള നന്ദിയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും പരസ്പരം പ്രകടിപ്പിക്കേണ്ടതെന്നാണ് തോന്നുന്നത്.